സംസ്ഥാനത്ത് SIR നടപടികൾ തുടരാമെന്ന് സുപ്രീം കോടതി. നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. എന്യൂമറേഷൻ ഫോറം സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി ഇന്ന് നിർദ്ദേശിച്ചു. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യം പരിഗണിച്ചാണ് സുപ്രീം കോടതി നിർണായക നിർദ്ദേശം നൽകിയത്. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കാനുള്ള അവസാന തീയതി നീട്ടുന്നതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാൻ സംസ്ഥാന സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് പരിഗണിച്ച് 2 ദിവസത്തിനുള്ളിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. നിലവിൽ SIR നടപടികൾ തുടരാം. എന്നാൽ കൂടുതലായി ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പോലും ചുമതല നൽകരുതെന്നും സുപ്രീം കോടതി കമ്മീഷനോട് നിർദ്ദേശിച്ചു. 25,000 ജീവനക്കാരെ SIRന് മാത്രമായി നിയോഗിച്ചിട്ടുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ന്യായവും നീതിയുക്തമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 11-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്, ഡിസംബർ 11-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് പോരാ, ഇനിയും ഇത് നീട്ടി വെക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ്, എന്തെല്ലാം ഘടകങ്ങൾ കൊണ്ടാണ് നീട്ടി വെക്കേണ്ടത് എന്ന് നിവേദനത്തിൽ പറയണം. അതിന്റെ അടിസ്ഥാനത്തിൽ എത്ര ദിവസത്തേക്കാണ് നീട്ടി വെക്കേണ്ടത് എന്നുള്ളതും സംസ്ഥാന സർക്കാരിന് ആവശ്യപ്പെടാം. ആ ആവശ്യം പരിഗണിക്കണമെന്നാണ് ഇന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനടുത്ത് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനോ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ അല്ല, രാഷ്ട്രീയ പാർട്ടികൾക്കാണ് പ്രശ്നം നേരിടുന്നതെന്ന് സുപ്രീം കോടതി വാക്കാൽ പറഞ്ഞു. 88% SIR ഫോമുകളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായെന്നും SIR നടപടികളുടെ സമയപരിധി നീട്ടി നൽകിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. R. അച്യുതൻ, 24, ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.